നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. കട്ടപ്പന ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. പ്രതി സജിയുടെ പിതാവ് മാത്യുവിന്റെ തിരോധാനവും സംഘം അന്വേഷിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജോയ്മോൻ ജോസ് ചേരുകയാണ്. ജോയ്മോൻ, നേരത്തെ തന്നെ ഈ മരണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ കുടുംബാംഗങ്ങൾ ഈ വിവരം കൂടി പങ്കുവച്ചിരുന്നു. അച്ഛന്റെ തിരോധാനവും ഈ രീതിയിൽ തന്നെയാണോ എന്നത് അവർക്കൊരു സംശയമായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളും സമഗ്രമായി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നതാണ് പോലീസ് അറിയിക്കുന്നത്. തീർച്ചയായും രജീഷ്, ഈ ഇരട്ടക്കൊലപാതകം നടന്നത് മുതൽ ഈ കുടുംബം ആരോപിക്കുന്നതാണ് ഇവരുടെ പിതാവായ മാത്യുവിൻ്റെ തിരോധാനവും അന്വേഷിക്കണമെന്ന്. അത്തരത്തിലുള്ള ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഈ ഒരു കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നതും. പ്രധാനമായും ഇരട്ടക്കൊലപാതക കേസ് അന്വേഷിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ആയാലും ഈ കാണാതായ അല്ലെങ്കിൽ ഈ മാത്യുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിനുശേഷം ഒരു അന്വേഷണം അപ്പോൾ ആരംഭിച്ചെങ്കിലും, അതായത് 2018 അന്വേഷണം ആരംഭിച്ചെങ്കിലും അത് പാതി വഴിയിൽ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം അതിലൊരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഈ ഇരട്ടക്കൊലപാതകം നടക്കുന്നു. അത് നടക്കുമ്പോഴത്തേക്ക് രണ്ട് കുറ്റകൃത്യങ്ങളും നടത്തിയത് മകനായ സജിയാണെന്നും സജി പിടിയിലാവുകയും ചെയ്തു. സജിയെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ നിലവിൽ നടത്തും. അതിനുശേഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതിയെ ഈ ഇലക്ഷൻ കൗണ്ടിംഗ് വരുവാണ്. 4-ാം തീയതി വരെ പോലീസ് സംഘം ഉൾപ്പെടെ വലിയ തിരക്കുള്ള സമയമായതുകൊണ്ട് അതിനുശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ആ വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ മാത്യുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾ പോലീസ് തേടുക. അതായത് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് മകൾ സിനി അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. അതായത് അതിലൊരു പുനരന്വേഷണം വേണം, അന്വേഷണം തൃപ്തികരമായ രീതിയിൽ അന്ന് നടന്നില്ല എന്നുൾപ്പെടെ കുടുംബം പറഞ്ഞു. അതിനൊരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. അതിൽ 8 അംഗങ്ങളുണ്ടാകും. അതായത് നെടുങ്കണ്ടം SHOയും അതുപോലെ തന്നെ കട്ടപ്പനയിൽ SHO അടങ്ങുന്നവർ ഈ ടീമിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ ഈ കേസിൽ ബാക്കിയുള്ള അന്വേഷണം നടത്തും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇവർ കേന്ദ്രീകരിക്കുക ഈ മാത്യുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടായിരിക്കും.